കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആദ്യമായിട്ട് ഹെന്നിട്ടൊരു കഥ. പിന്നെ രണ്ടാമതായിട്ട് അതിന് ശേഷം ഞാൻ ഹെന്നിടാനൊന്നും പോയിട്ടില്ല. കാരണം എനിക്ക് തീരെ മൈലാഞ്ചി ഇടാൻ അറിയില്ല എന്നായിരുന്നു. എൻ്റെ ഇത്താത്ത ഇടണം അത്ര ഇടാനൊന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ കലോത്സവത്തിൻ്റെ അന്ന് ഒപ്പനക്ക് കുട്ടികൾ മൈലാഞ്ചി ഇടുന്നത് കണ്ട്. ഞാനന്നൊരു പരിപാടിക്ക് ചേർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുട്ടികൾ ഒപ്പനക്ക് മൈലാഞ്ചി ഇടുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു അന്ന് അവർക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിരുന്നത്. വേറെ കുറേ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ ഓക്ക് എല്ലാം കൂടെ കഴിയുന്നുണ്ടായിരുന്നില്ല. അവസാനം ഓൾ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ച്, എടാ ജസ്റ്റ് ഒന്ന് തൊപ്പി പോലെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനുള്ളൂ, ഈ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന്. അങ്ങനെ 2-3 കുട്ടികളെ എന്നെ ഏൽപ്പിച്ചിട്ട് ഓൾ ബാക്കിയുള്ളവർക്ക് ഇട്ട് കൊടുത്ത്. ഞാനാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിരുന്ന അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തോണ്ട് തന്നെ പിന്നെ 2-3 കുട്ടികളും കൂടി എൻ്റെ അടുത്ത് വന്നിരുന്ന് അങ്ങനെ ഓൽക്കും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത്. അങ്ങനെ ഞാൻ ഈ മൈലാഞ്ചിയൊക്കെ ഇടുന്ന കണ്ടിട്ട് വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ പേര് റുമാന എന്നായിരുന്നേ. ഓള് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കൂല. കാരണം എനിക്ക് മൈലാഞ്ചി ഇടാൻ ഇത്രയും കോൺഫിഡൻസ് തന്ന വേറൊരാൾ എനിക്കില്ല. ഓക്കെ, ഞാൻ മൈലാഞ്ചി ഇടുന്ന കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഓള് പറഞ്ഞ്, എടാ എനിക്ക് 2 ദിവസം കഴിഞ്ഞ ഒരു കല്യാണം ഉണ്ട്, എനിക്കൊന്ന് ഇട്ട് തരുമോ, എനിക്ക് ഈ ഇട്ട് തന്നിട്ട് ഭയങ്കര ഇഷ്ടമായി എന്നും പറഞ്ഞിട്ട് വന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ മൈലാഞ്ചി ഇടാൻ അറിയൊന്നുമില്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ഡിസൈൻ എടുത്തിടാൻ കഴിയൂല. എവിടെ കണ്ടാലും നോക്കിയിടുന്നല്ലാതെ എൻ്റെതായ രീതിയിൽ എനിക്ക് ഇടാൻ അറിയില്ല. അന്ന് ഞങ്ങളെ ക്ലാസ്സിൽ വേറൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ പേര് ഹനാന എന്നായിരുന്നേ. ഇവിടെ നന്നായിട്ട് പേപ്പറിൽ മൈലാഞ്ചി വരക്കും, നല്ല അടിപൊളി ഡിസൈനൊക്കെ വരക്കും, നല്ല രസമാണ് അത് കാണാനും. അപ്പോൾ ഓളെടുത്ത് ഞാൻ പറഞ്ഞു ഈ ഒരു ഡിസൈൻ എനിക്ക് വരച്ച് തരുമോ, എനിക്ക് ഇവക്ക് ഇട്ട് കൊടുക്കാനാണെന്നും പറഞ്ഞാണ്ട്. അങ്ങനെ ഓൾ എനിക്കൊരു ഡിസൈൻ വരച്ചിടും ചെയ്ത്, ഞാൻ അതുപോലെ നോക്കിയിടും ചെയ്ത്. ഇത് ഇട്ടിട്ടാണെങ്കിലും ഇടുന്ന സമയത്താണെങ്കിലും ഇവള് വായ പൂട്ടിയിട്ടില്ല, നല്ല വൃത്തിക്ക് ഇടുന്നുണ്ട്, ഈ നല്ല അടിപൊളിയാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പൊക്കലായിരുന്നു. അങ്ങനെ അന്നാണ് ഞാൻ രണ്ടാമതായിട്ട് മൈലാഞ്ചി ഇടാൻ തുടങ്ങിയത്.